അതായത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യാത്തവരുടെ അക്കൗണ്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എന്താ മീൻ ചെയ്യുന്നത്? അതായത് നമ്മുടെ നാട്ടിലെല്ലാം ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ വീട്ടിനടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ ഒന്നും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്തുകൊണ്ട്? അതായത് ഒരു അക്കൗണ്ടന്റ് എത്തിച്ചേരാൻ മന്ത്ലി വലിയൊരു എമൗണ്ട് സാലറി കൊടുക്കേണ്ടി വരും. 10,000 or 15,000 വാട്ടെവർ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ശമ്പളം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യൂല? അക്കൗണ്ടിങ് ചെയ്യൂല. അക്കൗണ്ടന്റ് വെക്കുകയും ചെയ്യൂല, അക്കൗണ്ടിങ്ങും ചെയ്യൂല. പക്ഷേ ഏതൊരു സ്ഥാപനത്തിനും എന്തുണ്ട്? സാധാരണ എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും. എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന പരിപാടി ഉണ്ടാവും. പറയുന്ന മനസ്സിലാകുന്നില്ല? അതായത് അക്കൗണ്ടിങ് അവർക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ജസ്റ്റ് എന്ത് ചെയ്യും? പേപ്പേഴ്സിലെല്ലാം ജസ്റ്റ് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കും. എന്താ നോട്ട് ചെയ്ത് വെക്കുക? അതായത് ആർക്കാണ് കൊടുക്കാനുള്ളത്, ആർക്കാണ് കിട്ടാനുള്ളത്. ഇപ്പൊ അസറ്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അസറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ നോക്കൂലും ചെയ്യില്ല. അവരാകെ മെയിൻ ആയിട്ട് നോക്കുന്നത് ആർക്കാണ് കൊടുക്കാനുള്ളത്, ആരെങ്കിലും കിട്ടാനുള്ളത്, പിന്നെ എത്ര ഗുഡ്സ് ഉണ്ട് എന്നാ മറ്റേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തു. അങ്ങനെയുള്ള ആൾക്കാരെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം, അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റെക്കോർഡ് ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവർ അക്കൗണ്ടിങ് ചെയ്തു. ബട്ട് മക്കളെ, ഇവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് ആക്യുറേറ്റ് ആവണം നിർബന്ധമില്ല, സത്യമാവണം നിർബന്ധമില്ല. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആവണം നിർബന്ധേ ഇല്ല. കാരണം റഫ് ഐഡിയാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റഫ് ഐഡിയാസ് അല്ലെങ്കിൽ റഫ് ഡീറ്റെയിൽസ് വെച്ച് പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. നമ്മളെ വീടിന്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളെ വീടിന്റെ അടുത്തുള്ള കുറെ ഷോപ്സ് ഇല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്താ ചെയ്യാന്ന് വെച്ചാല് അവര് ഡെപ്റ്ററി നോട്ട് ചെയ്യും, ക്രെഡിറ്ററി നോട്ട് ചെയ്യും. ഡെപ്റ്ററി നോട്ട് ചെയ്യും, ക്രെഡിറ്ററി നോട്ട് ചെയ്യും. അത്ര മാത്രമേ അവർ നോട്ട് ചെയ്യും. മെയിൻ ആയിട്ട് വേറൊന്നും അധികമായിട്ട് നോട്ട് ചെയ്യൂല. ഡെപ്റ്ററി നോട്ട് ചെയ്യും, ക്രെഡിറ്ററി നോട്ട് ചെയ്യും. അതായത് ആരെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുള്ളത്, ആരെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാനുള്ളത്. പ്രാക്ടിക്കലി പറയുമ്പോൾ എന്റെ നാട്ടിലുള്ള അടുത്തുള്ള ഒരു ഷോപ്പില് ഞാൻ അവരെ അയൽവാസി ആയതുകൊണ്ട്, ഓക്കെ, കാരണം എന്റെ വീടിന്റെ അടുത്തല്ല ആ ഷോപ്പ് ഉള്ളത്, ഞാൻ അവര് ഓൾറെഡി പരിചയമുള്ളതാണ്, അവർക്ക് എന്റെ വീട് അറിയാം. അങ്ങനെയൊക്കെ അറിയുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ പോകില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് വിട്ട് പോകില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ബുക്ക് ഉണ്ടാവും. ബുക്കിൽ എഴുതും 15 അല്ലെങ്കിൽ 23/8/2020 സെജീർ. ഓക്കെ, അല്ലെങ്കിൽ ആ ബുക്കിന്റെ മേലെ സെജീർ ഉണ്ടാവും. എന്ത് ചെയ്യും? ആ ബുക്കിൽ എന്ത് ചെയ്തു വരും? സെജീർ ഇത്ര പൈസന്റെ സാധനം വാങ്ങിച്ചു, അവർ നോട്ട് ചെയ്തു. അതേപോലെ അവരെ ബുക്കിൽ എന്ത് ചെയ്യും? സെജീർ എന്നുള്ള ഒരു പേജ് ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യും? സെജീർ എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ 23/8/2020 ഇത്ര പൈസന്റെ സാധനം വാങ്ങിച്ചു. ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. അല്ലാണ്ട് അവര് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യോ, അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യോ, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യോ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യോ, അതൊന്നും ചെയ്യൂല. പറയുന്ന മനസ്സിലാവുന്ന മക്കളെ, ഇവർ ഇത്ര മാത്രമേ റെക്കോർഡ് ചെയ്യൂ. അത് ഓണർ തന്നെയാന്ന് ഇത് ചെയ്യാ, അക്കൗണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. അവരെ ഓണർ തന്നെയാ ചെയ്യാ, അക്കൗണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. അവര് ജസ്റ്റ് എന്ത് ചെയ്യും? റഫായിട്ട് എന്തൊക്കെ അയാൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും അത് നോട്ട് ചെയ്തു. അങ്ങനത്തെ ഡീറ്റെയിൽസ് അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നതിനാ നമ്മൾ പറയാ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അതായത് എന്തിനു വേണ്ടി നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ ആണ് എല്ലാവരും? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് അയാൾ നോട്ട് ചെയ്യുന്ന ഡെപ്റ്ററിനെയും ക്രെഡിറ്ററിനെയും അയാൾ സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. അയാൾ പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അയാൾ പർച്ചേസ് റെക്കോർഡ് ചെയ്യണം നിർബന്ധമില്ല, സെയിൽ റെക്കോർഡ് ചെയ്യണം നിർബന്ധമില്ല. അയാൾ ജസ്റ്റ് വാങ്ങാൻ വിൽക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം മെയിൻ അറിയേണ്ടത് എത്രയാണ് അയാളെ ക്യാഷ് ബാലൻസ്, എത്രയാണ് അയാൾക്ക് കിട്ടാനുള്ളത്, എത്രയാണ് അയാൾക്ക് കൊടുക്കാവുന്നത്. ഓക്കെ, അതായത് ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെപ്റ്ററിന് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്ററിന് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. എന്ത് റെക്കോർഡ് ചെയ്യുന്നില്ല? പർച്ചേസോ സെയിൽസോ റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നും പറയും. എന്താ പറയാ?
സിംഗിൾ എൻട്രി സിസ്റ്റം. സർ എന്താണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം? മക്കളെ, നമ്മൾ പഠിച്ചത് ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ പഠിച്ചത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, ഇതാണ് നമ്മൾ പഠിച്ചത്. സർ എന്താണ് ഈ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്? എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ഫോർ എവറി ട്രാൻസാക്ഷൻ there will be a debit and there will be a credit, there will be a give, there will be a take. ഇതാണ് നമ്മൾ പഠിച്ചത്. ഏതൊരു ട്രാൻസാക്ഷനും ഒരു ഗിവ് ഉണ്ടാവും, ടേക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഡബിൾ എൻട്രി സിസ്റ്റം. അതാണ് നമ്മുടെ ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ്. ആക്ച്വൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതാണ്. ബട്ട് എന്താ ഇത് ആക്സെപ്റ്റബിൾ ആണോ? ഇത് ആക്സെപ്റ്റബിൾ ആണ്. ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ് ഇത് ആക്സെപ്റ്റബിൾ ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ അക്കൗണ്ട്സ് ഉണ്ടാക്കണം. അത് നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, എന്തുകൊണ്ട് ഇതിന് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്? മക്കളെ, നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ചെയ്തത്. പക്ഷെ ഇവരതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവരെ ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർക്ക് ലാഭം കണ്ടുപിടിക്കണം, അവരെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം, അവർ അതേപോലെ പല കാര്യങ്ങളും ചെയ്യണം. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. മക്കളെ, ഈ സിംഗിൾ എൻട്രി സിസ്റ്റം, ഓക്കെ, തൽക്കാലം SES എന്ന് പറയാ. സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് 3 തരം, ഓക്കെ, 3 ടൈപ്സ് ആണ് എന്തുള്ളത് സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, ഇതും വലിയ സംഭവങ്ങളല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ബൈ ചാൻസ് 1 മാർക്കിന് 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിലാമത്തെ വന്നെങ്കിലോ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം, അതേപോലെ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, പ്യൂർ, സിമ്പിൾ, ക്വാസി. ഓക്കെ, ശ്രദ്ധിക്കെല്ലാവരും. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വലിയ സംഭവമല്ല. സിംഗിൾ എൻട്രി സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ എന്ത്? അതായത് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത എല്ലാ ട്രാൻസാക്ഷൻസും എന്താ സിംഗിൾ എൻട്രി സിസ്റ്റം. പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് മക്കളെ, പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഓൺലി ഇത് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി നോട്ടില്. ഓക്കെ, ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കി, ഈ ചാപ്റ്ററിന് ഞാൻ ഷോർട്ട് നോട്ട് ആക്കിയിട്ടില്ല. കാരണം ഈ ചാപ്റ്ററിന് സ്പെസിഫിക് ആയിട്ട് ഷോർട്ട് നോട്ട് ഇല്ല. ബട്ട് വേണ്ട എന്തെല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ തരും, അത് നോട്ട് ചെയ്തു. ഓക്കെ, ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ഡെബ്റ്റർ, ക്രെഡിറ്റർ. അതായത് ഒരാളെ പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആകെ റെക്കോർഡ് ചെയ്യുന്നത് ഡെബ്റ്ററിന്റെയും ക്രെഡിറ്ററിന്റെയും പേര് മാത്രമായിരിക്കും. ഡെബ്റ്റർ, ക്രെഡിറ്റർ എന്നല്ല പറയുന്നത്, പേഴ്സണൽ അക്കൗണ്ട്സ്. ഓൺലി പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. അതായത് ഡെബ്റ്റർ, ക്രെഡിറ്റർ മാത്രമല്ല, ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ടെങ്കിൽ സാലറി കൊടുക്കാനുണ്ട്. ആർക്കാ കൊടുക്കാനുള്ളത്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. സർ ഇതോടെ പഠിക്കുന്നത് CA ഫൗണ്ടേഷൻ റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3. അതിൽ 3 തേർഡ് വൺ ആണ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് വരുന്നത് എന്ത്? അതായത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അതേപോലെ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതൊക്കെ എന്തിൽ വരുന്നതാ? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ഭാഗം. അതുകൊണ്ട് എല്ലാ പേഴ്സണൽ അക്കൗണ്ടിലെ അണ്ടറുള്ള ഐറ്റംസും എന്ത് ചെയ്യും? അവര് മെയിൻറ്റെയിൻ ചെയ്യും. കൊടുക്കാണ്ട് കിട്ടാണ്ട് അതാണ് ജനറലി വരാം. ഓക്കെ, ബാങ്ക് വരെ വരും, ബാങ്ക് വരെ. ഓക്കെ, ബാങ്ക് ബാലൻസ് വരെ. നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ സിമ്പിൾ സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാല് പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ആർ മെയിൻറ്റെയിൻഡ്. അതായത് മക്കളെ, അവരെന്ത് ചെയ്തിട്ടുണ്ടാവുന്ന വെച്ചാല് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെ ക്യാഷ് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യും, ബാങ്ക് അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യും. ഇനിയിപ്പോ ചില ആൾ വിചാരിക്കും, സർ ക്യാഷ് അക്കൗണ്ട് ജേർണൽ എൻട്രി വെച്ചിട്ടാണോ പാസ് ചെയ്യാം? മക്കളെ, ഇവർക്ക് ജേർണൽ എൻട്രി ഇല്ല. പ്യൂർ സിംഗിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ അവർക്ക് ജേർണൽ എൻട്രി ഒന്നും ഇല്ല. ക്യാഷ് കിട്ടി, എന്നിട്ട് അവിടെ എഴുതി വെക്കും, ഇത്ര ക്യാഷ് കിട്ടി. ഓക്കെ,
ക്യാഷ് കൊടുത്തു എന്നാൽ അവിടെ ആൾ എഴുതി ഒരു നോട്ട്ബുക്കിൽ സാധാരണ നമ്മൾ കാണില്ല ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മൊബൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ല അതായത് ഓരോ റീചാർജിന്റെയും അവർ എഴുതി വെക്കും മൊബൈൽ നമ്പർ റീചാർജ് എല്ലാം പറയാം നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല കാരണം നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല എരുമുതൽ നമ്മളെ കപ്പ് ഓഫ് ടീ ആണ് നീ പറയാം ഒബ്സർവേഷൻ CA സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഒബ്സർവേഷൻ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കും അല്ലാണ്ട് വെറുതെ ജീവിച്ചിട്ട് കാര്യം അതായത് സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് മാത്രമല്ല അവർക്ക് എത്ര ക്യാഷ് കിട്ടി എത്ര ക്യാഷ് പേയ്മെന്റ് നടത്തി അത് മാത്രം റെക്കോർഡ് ചെയ്യും മക്കളെ ജേർണൽ എൻട്രി ഒന്നും ഫോളോ ചെയ്യില്ല ജസ്റ്റ് ഒരു നോട്ട്ബുക്കിൽ ഇതേക്കുള്ളിൽ ഇങ്ങനെ കുറിച്ചിരുന്നു ഇതാണ് സിമ്പിൾ സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് ഇനി ക്വാസി സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് cash and bank and subsidiary books and some subsidiary books are maintained അതായത് ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും ബാങ്ക് ബുക്ക് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഓക്കെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യും ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് ഉണ്ടാവും ബാങ്കും ഉണ്ടാവും പിന്നെ അതേപോലെ എന്ത് ചെയ്യും സബ്സിഡറി ബുക്സും പ്രിപ്പയർ ചെയ്യും അതേപോലെ പേഴ്സണൽ അക്കൗണ്ട് പ്രിപ്പയർ സബ്സിഡറി ബുക്കൊന്നും എല്ലാ ബുക്കും പ്രിപ്പയർ ചെയ്യില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്താലും ഒരു കാര്യം മനസ്സിലാക്കണം അതായത് നമ്മൾ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആണ് മക്കളെ ശ്രദ്ധിക്കുക എന്ത് പ്രിപ്പയർ ചെയ്താലും ഇപ്പൊ ക്വാസി സിംഗിൾ എൻട്രിയിൽ ഏകദേശം വേണ്ട കാര്യങ്ങൾ ഏകദേശം എല്ലാം വരുന്നുണ്ട് സം സബ്സിഡറി എന്നാ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ചെയ്താലും അത് കംപ്ലീറ്റ് അല്ല ഇൻകംപ്ലീറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വരുന്നത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ അവരെ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ അവരെ അസറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ അവരെ ലയബിലിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കും അതാണ് ഈ ചാപ്റ്ററിന്റെ ടാർഗറ്റ് മക്കളെ ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോർമുല പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഫോർമുലയാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അതായത് നമുക്ക് അസറ്റിന് തന്നിട്ടുണ്ടെങ്കിൽ അസറ്റും അതായത് ഈ മൂന്നിന് രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്നാമത്തെ ഫിഗർ കണ്ടുപിടിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ അസറ്റും ലയബിലിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും തന്നിട്ടുണ്ടെങ്കിൽ അസറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അതേപോലെ ക്യാപിറ്റലും അസറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലയബിലിറ്റീസും കണ്ടുപിടിക്കാൻ പറ്റും അതായത് 3-2 തന്ന ഓട്ടോമാറ്റിക് മൂന്നാമത്തെ കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ പിന്നെ അതാണ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞത് രണ്ടാമത്തത് മക്കളെ നമ്മള് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ജനറലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും സർ ബാലൻസ് ഷീറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരും അവർ ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും മറ്റേ ഡെപ്റ്റർ എടുത്താൽ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം പിന്നെ അതേപോലെ ആർക്ക് മറ്റേ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും പിന്നെ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവും അവരുടെ അടുത്ത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അതിനെന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് സർ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബാലൻസ് ഷീറ്റ് സർ നീ ബാലൻസ് ഷീറ്റ് ആണെന്ന് പറഞ്ഞത് അല്ല നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 99.99% ആക്യുറസി ഫോളോ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിൽ മിസ്റ്റേക്ക്മെന്റ്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാവുന്നത് റയറാണ് സർ പ്രൊവിഷൻ അക്കൗണ്ടിങ് റൂൾ ആക്സെപ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആണ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു റഫ് ഐഡിയാസ് അല്ലെങ്കിൽ റഫ് ഡീറ്റെയിൽസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ ബാലൻസ് ഷീറ്റിന് പേര് കൊടുക്കരുത് നിങ്ങൾ കൊടുക്കേണ്ട പേര് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്നാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മക്കളെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും യൂസേഴ്സിന്
ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം അതിൽ എന്തെല്ലാം മിസ്സിംഗ് ഉണ്ട്, എന്തെല്ലാം കൂടുതലുണ്ട് നമുക്കറിയില്ല. അതായത് ഒരു ഷോപ്പ് ഓണർ റഫായിട്ട് തരുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർക്ക് ഒരു ബാലൻസ് ഷീറ്റ് പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതിനാ പറയാ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. എന്താണ് രണ്ട് തമ്മിലുള്ള ഒരു ഡിഫറൻസ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ റഫ് ഓർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് വെച്ചിട്ടാ. ബട്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആണ്, ആക്യുറേറ്റ് ആണ്, പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ സർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം മക്കളെ? സെയിം ഫോർമാറ്റ് as of balance sheet. But heading മാത്രം എന്ത്? Statement of affairs as on particular date. Okay, amount, liabilities, asset. നമ്മുടെ asset side asset കാണിക്കണം, liability side liability കാണിക്കണം. ഓക്കെ, ഓട്ടോമാറ്റിക് ടാലി ആവുമ്പോൾ ചോദിച്ചാൽ ഓട്ടോമാറ്റിക് ടാലി ആവണം. ടാലി ആയിട്ടില്ലെങ്കിൽ ജനറലി നിങ്ങൾക്ക് ക്യാപിറ്റൽ ബാലൻസ് ഒന്നും തരില്ല. നിങ്ങൾക്ക് തരാം അസറ്റിന്റെ വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ അസറ്റിന്റെ വാല്യൂ നിങ്ങൾക്ക് 100 തന്നു, ടോട്ടൽ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, ലയബിലിറ്റീസിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നു 20 റുപ്പീസ്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര രൂപയാ? 80 റുപ്പീസാണ്. എത്രയാണ്? 80 റുപ്പീസാണ്. എന്തുകൊണ്ടാണ്? ബാലൻസിങ് ഫിഗർ. അതോടെ നമ്മൾ പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് അല്ല. നമുക്ക് എന്തായാലും എന്തെങ്കിലും മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടാവും. ക്യാപിറ്റൽ തരൂല, ചിലപ്പോൾ ലയബിലിറ്റി തരില്ല, അങ്ങനെ എന്തെങ്കിലും ഒന്നും തരൂല. തരാത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യും? ബാലൻസിങ് ഫിഗർ ആയിട്ട് എടുക്കും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ ഫോർമാറ്റ്. ജസ്റ്റ് ബാലൻസ് ഷീറ്റ്, ഓക്കെ, അസറ്റ് സൈഡ് അസറ്റ്, ലയബിലിറ്റി സൈഡ് ലയബിലിറ്റി, ബാലൻസിങ് ഫിഗർ ക്യാപിറ്റൽ ആയിരിക്കും. സർ, ക്യാപിറ്റൽ തന്നു, അസറ്റ് തന്നു, ലയബിലിറ്റി ഏതായിട്ട് എടുക്കണം, എന്തായിട്ട് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നെല്ലാം ഞാൻ പഠിപ്പിച്ചത്. ജനറൽ അസംപ്ഷൻസ് ആണ് ഞാൻ പഠിപ്പിക്കാം. ഈ ചാപ്റ്ററിൽ അസംപ്ഷൻസ് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അസംപ്ഷൻസ് തോന്നിയ രീതിയിൽ അസംപ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു ജനറൽ ക്ലാസിക്കൽ അസംപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം, ചോദിച്ചിട്ട് പഠിക്കണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1ലേക്കാണ് പോകാൻ പോകുന്നത്. ശ്രദ്ധിക്കല്ല. Question number 1. Assets and liabilities of Mr. X as on 31/12/2015 and 31/12/2016 are as follows. രണ്ട് ഇയറിലെ അസറ്റ് തന്നിട്ടുണ്ട്, ലയബിലിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. ബിൽഡിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, ബിൽഡിംഗ് തന്നിട്ടുണ്ട്, ഫർണിച്ചർ, ഇൻവെന്ററി, സൺഡേ ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. മക്കളെ സ്പെസിഫിക് ആയിട്ട് അവരെ അസറ്റിൽ നിന്ന് വരെ ഭാഗത്ത് തന്നിട്ടുണ്ട്. ഇതിനൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക്. ലയബിലിറ്റി, ലോൺ തന്നിട്ടുണ്ട്, സൺഡേ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. സർ, ക്യാപിറ്റൽ കൊടുത്തു, ക്യാപിറ്റൽ തന്നിട്ടില്ല. ഓക്കെ, നിങ്ങളോട് എന്നിട്ട് പറയുന്നത് ഇത് വെച്ചിട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഡിസൈഡഡ് ടു ഡിപ്രീഷിയേറ്റ് ബിൽഡിംഗ് ബൈ 2.5%. കാരണം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ ഓപ്പണിംഗ് വാല്യൂ ആണ്, ക്ലോസിംഗ് വാല്യൂ ഇല്ല. ക്ലോസിംഗ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അവർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവും. മക്കളെ, അവർ അക്കൗണ്ടിങ് ചെയ്യാത്ത ആൾക്കാരാ. പിന്നെ ഡിപ്രീസിയേഷൻ വന്നിന് അവർക്ക് ആ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് CA ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CMA ഫൗണ്ടേഷൻ വരുന്ന കുട്ടികൾ, സയൻസ് ടീമിലെ കുട്ടികൾക്ക് ഡിപ്രീസിയേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ അസറ്റ് ഇൻ ദ സിസ്റ്റമാറ്റിക് എന്ന് നമുക്ക് പറയുന്നില്ല നമ്മൾ. ആൻഡ് ഫർണിച്ചർ ബൈ 10%. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അവർ നമുക്ക് എന്താ തന്നത്? കുറച്ച് അസറ്റിന്റെ ലയബിലിറ്റീസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി നമ്മളാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നത് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവർ തന്നെ നമ്മളോട് പറയും, അതായത് അസറ്റിന്റെ വാല്യൂ ഇങ്ങനെ കുറയുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയും, അതിനാ നമ്മൾ ഈ അക്കൗണ്ടിങ് പറയുക ഡിപ്രീസിയേഷൻ. ഓ, അങ്ങനെ പറയുമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കും. അതാ സംഭവം. പിന്നെ പറയുന്ന വെച്ചാൽ one life insurance policy of the proprietor അതൊക്കെ സിംഗിൾ individual business ആണ്. Proprietorship was matured during the period and the amount of 40,000 is retained in the business. അതായത് ഒരു ലൈഫ് ഇൻഷുറൻസ് മെച്ചൂർ ആയിട്ടുണ്ട്. അത് ആരുടെ പേരിലാണ് ഉള്ളത്? പ്രൊപ്പറൈറ്ററിന്റെ പേരിൽ. എന്നിട്ട് അത് മെച്ചൂർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് കിട്ടുന്നുണ്ട്.
ആ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയുന്നത് പ്രൊപ്പറേറ്റർ ടു ₹2,000 proprietor to ₹2,000 per month for meeting personal expenses, meeting family expenses. Family expenses എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. മക്കളെ ഫസ്റ്റ് മനസ്സിലാക്കോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്, ചില കാര്യങ്ങൾ ആവശ്യം. ഇനി എന്താണ് ആവശ്യം? ഡിപ്രീസിയേഷൻ ആവശ്യമുണ്ട്. കാരണം അസറ്റിന്റെ വാല്യൂ അത്രത്തോളം കുറയണം. അസറ്റിന്റെ വാല്യൂ അത്രത്തോളം കുറയണം. ഞാൻ നിങ്ങളോട് പറയാം, ഫസ്റ്റ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ്, ഓക്കെ, നമ്മൾ തൽക്കാലം ബാലൻസ് ഷീറ്റ് തന്നെ പേര് പറയും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമുക്ക് തന്നെ അസറ്റും ലാബിലിറ്റീസിന്റെ വാല്യൂ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യും. ഇനി സർ അസറ്റിന്റെ ഡീറ്റെയിൽസ് ആണ്, ലാബിലിറ്റീസിന്റെ ഡീറ്റെയിൽസ് ആണ്, ക്യാപിറ്റൽ തന്നിട്ടില്ല. ക്യാപിറ്റൽ തന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല. മക്കളെ ക്യാപിറ്റൽ തന്നിട്ട് പ്രിപ്പയർ ചെയ്യില്ല എന്ന് പറയണ്ട. ബാലൻസിങ് ഫിഗർ ആണ് ക്യാപിറ്റൽ. ബാലൻസിങ് ഫിഗർ ആണ് ക്യാപിറ്റൽ. സർ ലൈഫ് ഇൻഷുറൻസ് പോളിസി, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കോ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്, ശ്രദ്ധിക്കുക എല്ലാവരും, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 കൊല്ലത്തെയും ക്യാപിറ്റലിന്റെ ബാലൻസ് കിട്ടും. ഓക്കെ, 2 കൊല്ലത്തെയും ക്യാപിറ്റൽ ബാലൻസ് കിട്ടും. സർ ഡിപ്രീസിയേഷന്റെ റേറ്റ് തന്നിട്ടുണ്ട്, നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. എന്തുകൊണ്ടാ? കാരണം ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല, നിങ്ങൾ ചെയ്യണം, നിർബന്ധം. സർ അന്നേരം നമ്മളോട് പറയുന്നത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്, മെച്ചൂർ ആയി, അത് ട്രീറ്റ് ചെയ്യണോ? മക്കളെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാവുക? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇഗ്നോർ ചെയ്യും. സർ ഇത് ബൈഹാർട്ട് അല്ലേ? ബൈഹാർട്ട് തന്നെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 2, ടേക്ക് ഫിഗേഴ്സ് ഗിവൺ ഇൻ ഇല്ലസ്ട്രേഷൻ 1, ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓഫ് മിസ്റ്റർ എക്സ്. ഞാൻ പഠിപ്പിച്ചു തരും, ബൈഹാർട്ട് ഇല്ല, പഠിപ്പിച്ചു തരും. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്തെടുക്കും? അതായത് തൽക്കാലം നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് പോളിസി ഇഗ്നോർ ചെയ്യും. രണ്ടാമത്തെ പ്രൊപ്പറേറ്റർ ടു 2,000 പെർ മന്ത് എന്ന് പറയുന്നില്ല, അതും ഇഗ്നോർ ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. സർ ക്യാപിറ്റൽ തന്നില്ല, അത് ബാലൻസ് ചെയ്യണം. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിക്കോ മക്കളെ. അതായത് നമുക്ക് കുറെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അസറ്റിന്റെയും ലാബിലിറ്റീസിന്റെയും. നമ്മൾ അത് വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31/12/2015 ആൻഡ് 31/12/2016. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 2 കൊല്ലത്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. അതായത് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, അടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. 2 കൊല്ലത്തേക്ക് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ 2 എമൗണ്ട് കോളം കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചില ആൾക്കാർ 2015 സെപ്പറേറ്റ് 2016 സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തു, എക്സാം നമ്മളിപ്പോൾ ടൈം സേവ് ചെയ്യേണ്ട പരിപാടിക്കാൻ നോക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മാർക്ക്. ഇനി ബിൽഡിങ് 1 lakh rupees തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ഫേർണിച്ചർ ആണ് നോക്കണേ. എന്താണ് ഫേർണിച്ചർ? എത്രയാ? 50,000. നെക്സ്റ്റ് ഐറ്റം ഇൻവെന്ററി 1,20,000 തന്നിട്ടുണ്ട്. സൺട്രി ഡെറ്റേഴ്സ് 40,000 തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇൻവെന്ററീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 2 കൊല്ലത്തും തന്നിട്ടുണ്ട്. അത് നമ്മൾ 2 കൊല്ലത്തെ എമൗണ്ട് കാണിക്കും. ക്യാഷ് അറ്റ് ബാങ്ക് 70,000, 85,000. ക്യാഷ് ഇൻ ഹാൻഡ് 1,200, 3,200. ഓക്കെ, പിന്നെ നമുക്ക് ലാബിലിറ്റി സൈഡ് ലോൺ തന്നിട്ടുണ്ട് 1,80,000, 1,80,000. സൺട്രി ക്രെഡിറ്റേഴ്സ് 40,000, 70,000. ഇതാണ് ഗിവൺ ഡീറ്റെയിൽസ്. അതിന് നമ്മളോട് പറയുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ഓക്കെ, അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1 lakhന്റെ മേലെ 2.5%, അതായത് 2,500. ഓക്കെ, നമ്മൾ അസറ്റിൽ നിന്ന് എന്താ ചെയ്യാം? ഡിപ്രീസിയേഷൻ കുറയ്ക്കുകയും ചെയ്യാം. 2,500 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 97,500. അതേപോലെ 50,000 അസറ്റിന്റെ മേലെ 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 5,000 രൂപ. 5,000 ഡിപ്രീസിയേഷൻ കുറച്ച് നമുക്ക് എത്ര വാല്യൂ കിട്ടും? 45,000 കിട്ടും. മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടോട്ടൽ ചെയ്യാം. കാരണം ഇവിടെ ക്യാപിറ്റലിന്റെ ബാലൻസ് തരാത്തതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രെഡിറ്റ് സൈഡായിരിക്കും ജനറലി കൂടുതൽ.
ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തതിന് നിങ്ങൾക്ക് മനസ്സിലായി അസറ്റും തന്നിട്ടുണ്ട്, ലാബിലിറ്റിയും തന്നിട്ടുണ്ട്. ബാലൻസ് ഫിഗർ എന്താണ്? ക്യാപിറ്റൽ. ഓക്കെ, ഫസ്റ്റ് ഇയർ നിങ്ങൾ ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2,41,200. സെക്കൻഡ് ഇയർ നിങ്ങൾ ടോട്ടൽ ചെയ്താൽ എന്ത് കിട്ടും? 4,40,700. ഇതാണ് മക്കളെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. എത്ര ആകെ ആൻസർ കിട്ടി? അതായത് നമുക്ക് ക്യാപിറ്റൽ കിട്ടി. ഓക്കെ, ക്യാപിറ്റൽ കിട്ടി. 2015 കിട്ടി, 2016 കിട്ടി. നമുക്ക് വേണമെങ്കിൽ 2015 ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2,41,200 ആണ് നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത കൊല്ലത്തെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ബൈ ബാലൻസ് ബ്രോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് എമൗണ്ട് കാണിക്കാം? ഈ എമൗണ്ട് കാണിക്കാം. ബട്ട് ഇവർ അക്കൗണ്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. ഇനി രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പറയും ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ. ഏതൊരു ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതാത് കൊല്ലത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. ഏതൊരു ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും അതാത് കൊല്ലത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. 2015 ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഇയർ എന്ന് പറഞ്ഞാൽ 2016 ആണ്. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഇത് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി ഞാൻ 2015 ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് അത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. സർ എന്താണ് ക്ലോസിംഗ് ക്യാപിറ്റൽ? സർ ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് മീൻസ് adjustment after all adjustment. Capital shown in balance sheet or capital shown in statement of affairs means capital balance after all adjustment. After all adjustment. പറയുന്ന മനസ്സിലാണ് മക്കളെ ഞാൻ എവിടെ എത്തുന്നത് എല്ലാവരും. അതായത് മക്കളെ നമുക്ക് ക്യാപിറ്റൽ ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് ബാലൻസ് ആണ്. സർ എന്താ ക്ലോസിംഗ് ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? മക്കളെ നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മൈൻഡിൽ ഇമാജിൻ ചെയ്യും. നമ്മുടെ CA ഫൗണ്ടേഷൻ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. നിങ്ങൾ അസറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്ത ഐറ്റം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇന്നർ കോസ്റ്റ് ചെയ്യും, ലെസ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അതെന്ത് ചെയ്യും? മൈനസ് ചെയ്യും. എന്നിട്ട് ഔട്ടർ കോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ആക്ച്വൽ വാല്യൂ കാണിക്കാം. എന്റെ ചോദ്യം മക്കളെ, ഇതാണ് ക്ലോസിംഗ് വാല്യൂ, ഇതാണ് ക്ലോസിംഗ് വാല്യൂ. മക്കളെ ഇതാണ് ക്ലോസിംഗ് വാല്യൂ. ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ആണ് ക്ലോസിംഗ് വാല്യൂ. ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ആണ് ക്ലോസിംഗ് വാല്യൂ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ക്ലോസിംഗ് വാല്യൂ. അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം, എല്ലാണ്ടും കൊണ്ടുവരാം. വാട്ട് എവർ, അതൊന്നും അറിയില്ലെങ്കിൽ വിട്ട്. അതായത് ഇതിനെ നമ്മൾ പറയാ ക്ലോസിംഗ് ബാലൻസ്, അല്ലാണ്ട് ഇതല്ല, ഈ വാല്യൂ അല്ല ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ് എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? ഡെപ്റ്റ് അസറ്റ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ, ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഇപ്പൊ ക്യാപിറ്റൽ ആണെങ്കിലോ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും മക്കളെ. അതിന്റെ കൂടെ നിങ്ങൾ എന്താ ജനറേറ്റ് ചെയ്യല്? ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് നെറ്റ് ലോസ്. നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യാ, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ബാലൻസ് കിട്ടും. മക്കളെ ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ, അല്ലാണ്ട് ഇതല്ല. ഏതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ? ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് amount payable by organization to owner, amount payable by business to owner. എന്ത് കോൺസെപ്റ്റ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതേപോലെ പ്രോഫിറ്റ് എന്ന് പറയുന്നതും ബിസിനസ് ഓണറിന് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാം. മക്കളെ ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഞാൻ ഇനി ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇവിടെ കിട്ടിയത് ഈ 4,40,700 ഓക്കെ, 4,40,700 പിന്നെ അതേപോലെ 2,41,200 ക്ലോസിംഗ് ബാലൻസ് ആണോ ഓപ്പണിംഗ് ബാലൻസ് ആണോ? അതാത് കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ്.
2015 ക്യാപിറ്റലിന് കിട്ടിയ 2,41,200 അത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അതേപോലെ 31/12/2016 നമുക്ക് കിട്ടിയ 4,40,700 എന്ന് പറയുന്നത് അത് ആ കൊല്ലത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. സർ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡീഷണൽ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പ്രോഫിറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പറയുന്ന മനസ്സിലാകണ്ട മക്കളെ, മനസ്സിലാക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവിടെ എഡീഷണൽ ക്യാപിറ്റൽ, കാരണം ഒരു ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ട് ഐറ്റംസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ക്യാപിറ്റൽ റിലേറ്റഡ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഐറ്റംസ് റിലേറ്റഡ് ആയിട്ട്? അഡീഷണൽ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പ്രോഫിറ്റ്, പിന്നെ അതേപോലെ എന്താണ് ലോസ്. ഈ 4 കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് മക്കളെ ഈ 2,41,200 അതേപോലെ 4,40,700. ഇപ്പം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മക്കളെ? ക്യാപിറ്റലിന് തൊട്ട് നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം മനസ്സിലാക്കണം ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? ക്യാപിറ്റൽ റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. എന്താണ് സാറേ ക്യാപിറ്റൽ റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ്? അതെന്തെങ്കിലും പുതിയ ഐറ്റംസ് ആണോ? എല്ലാ മക്കളെ, ക്യാപിറ്റൽ റിലേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 31/12/2015 2,41,200 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ എഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ള ആർക്ക് കൊടുക്കാനുള്ള? ഓണറിന് കൊടുക്കാനുള്ള. കാരണം ക്യാപിറ്റൽ ഇന്റേണൽ ലയബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എഡീഷണൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതേപോലെ പ്രോഫിറ്റും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 31/12/2015. ഇനി എങ്ങനെയാണ് ഈ 2,41,200 4,40,700 ആയത്? മക്കളെ, 31/12/2016 വരെ നമ്മൾ ഒരു കൊല്ലം ബിസിനസ് നടത്തി. ആ ഒരു കൊല്ലം ബിസിനസ് നടത്തുമ്പോൾ ഈ ഓണർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലോസ് ഉണ്ടായിട്ടുണ്ടാവാം, പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവാം, ലോസ് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ എമൗണ്ട് ആണ് 4,40,700. 4,40,700. ഓപ്പണിംഗ് അതായത് എഡീഷണൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ലോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 100 രൂപ, അതിന്റെ കൂടെ ആഡ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ്? വാട്ട് എവർ എമൗണ്ട് നമുക്ക് തന്നത്, അത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്നത് ക്ലോസിംഗ് ബാലൻസ്. നമുക്ക് കിട്ടിയത് എത്ര? ക്ലോസിംഗ് ബാലൻസ് 150 രൂപ. നമ്മുടെ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ 100 150 ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം പ്രോഫിറ്റ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യൂല? കൂടൂല ക്യാപിറ്റൽ. പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പറയുന്ന മനസ്സിലാകണ്ട. ഒന്നും പറയുന്നില്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ കൂടാൻ കാരണം പ്രോഫിറ്റ്, കുറയാൻ കാരണം ലോസ്. ഒന്നും പറയുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ എഡീഷണൽ ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല, അതേപോലെ ഡ്രോയിങ്സിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ലെങ്കിൽ നമ്മൾ എത്രയാണ് ലാഭം അല്ലെങ്കിൽ എത്രയാണ് നഷ്ടം? ആ ഡിഫറൻസ് ശ്രദ്ധിക്ക്. ഞാനൊരു ബിസിനസ്സിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, 1/4/2019 ഞാൻ ചെയ്ത് ഒരു കൊല്ലം ഉറങ്ങിയെന്ന് വിചാരിക്കും. ഒരു കൊല്ലം ഉറങ്ങി. ഓക്കെ, പാട്ടോ, നമ്മൾ അങ്ങനെ പറയാം. 31/3/2020 31/3/2020 ഞാൻ എന്ത് ചെയ്ത്? ഉറങ്ങി എണീച്ചെടുത്ത് പോയിട്ട് നോക്കി എന്റെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ എത്ര? 100 രൂപയുടെ ക്യാപിറ്റൽ 150. ഞാനൊന്നും ചെയ്തിട്ടാണോ അതിന്റെ അർത്ഥം? ഞാൻ ഒരു കൊല്ലം ഉറങ്ങുന്നതിന്റെ ഇടയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. 100 രൂപയുടെ ക്യാപിറ്റൽ 150 ആയപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയുന്നത് യെസ്, ഈ 100 രൂപയുടെ ക്യാപിറ്റൽ 150 ആവാൻ കാരണം ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ടത് എന്റെ ലാഭം കൂടിയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 2 ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ 2 ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. 2 ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ 2 പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ഓക്കെ ആണോ മക്കളെ? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ലോസ് കണ്ടുപിടിക്കാൻ പറ്റും. സർ എങ്ങനെയാണ്? ചേഞ്ചസ്. എന്റെ പ്രോഫിറ്റ് എന്തുകൊണ്ട് 150? എന്റെ ക്യാപിറ്റൽ എന്തുകൊണ്ട് 150 100 ഉള്ളത്? എന്റെ ലാഭം കൂടിയതുകൊണ്ട്. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നും പറയുന്നില്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ്. കൂടിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ്, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ്. അതായത് ഈ സിറ്റുവേഷനിൽ വേറെ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കോ പ്രോഫിറ്റ് ആണെന്ന്.
എന്താണ് പ്രോഫിറ്റ് ആണ്. കാരണം ഒരു ക്യാപിറ്റൽ കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? പ്രോഫിറ്റ് ഉണ്ടാവണം. ഇനി ബൈ ചാൻസ് ശ്രദ്ധിക്ക്, 100 രൂപയുള്ള ക്യാപിറ്റൽ 80 രൂപയായി. ഒന്നും പറയുന്നില്ല, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ലോസ്. എത്ര പൈസ? 20 രൂപ. 20 രൂപ ലോസ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ എന്തായി? കുറഞ്ഞു, 80 രൂപയായി. മറ്റേത് പ്രോഫിറ്റ് 50 രൂപയായതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എന്തായി? 150 രൂപയായി. മക്കളെ മനസ്സിലാവുന്നുണ്ട് സംഭവം? ഞാൻ നിങ്ങൾ ഇത്ര നേരം പഠിപ്പിച്ചെന്താന്ന് വെച്ചാൽ ഒന്നും പറയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പറയാം, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് തരാം മക്കളെ. എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ആഡോ മൈനസോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോവാം. കാരണം ബൈ ഹാർട്ട് സെൻസ് ആവാൻ പറ്റൂല. നമുക്ക് എപ്പോഴും കയ്യിൽ ലോജിക് ഉണ്ടാവണം, പിന്നെ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും. ബൈ ഹാർട്ടും അല്ല, ലോജിക്സ് പ്ലസ് ഷോർട്ട് കട്ട്സ്. ലോജിക് എന്താന്ന് വെച്ചാൽ, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ജനറലി ക്രെഡിറ്റ് ബാലൻസ്, അതുകൊണ്ട് ബൈ ബാലൻസ് നോട്ടോ. ക്യാപിറ്റൽ ഇൻകം ലയബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ്, അസറ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ്. അത് നിങ്ങൾക്ക് അറിയാം. ബൈ ബാലൻസ് പ്ലോട്ട് വന്നിട്ട് നമ്മൾ ചെയ്യും. അതേപോലെ നമുക്ക് 2 ബാലൻസ് ക്യാരി ഓൺ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇതാണ് എന്ത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഇതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. മക്കളെ നമുക്ക് എഡീഷൻ തന്നെന്ന് വിചാരിക്കും. എക്സ്ട്രാ ഐറ്റംസ് വരെ, എക്സ്ട്രാ ഐറ്റംസ്, ഇഫ് നത്തിങ് ഈസ് സെറ്റ് അല്ല, എക്സ്ട്രാ ഐറ്റംസ് വരെ. എഡീഷണൽ ക്യാപിറ്റൽ വന്നാൽ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ ബൈ ക്യാഷ്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഇതെവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, വെയിറ്റ് ചെയ്യും. നെക്സ്റ്റ്, ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ജേർണൽ എൻട്രി അത് 2 രീതിയിൽ പറയാൻ പറ്റും. ഒന്നെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. സർ അങ്ങനെ നമുക്ക് പഠിപ്പിച്ചതില്ല, അങ്ങനെ ഉണ്ട് ജേർണൽ എൻട്രി. അല്ലെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ്. ഇതാണ് ജേർണൽ എൻട്രി. അതായത് ശ്രദ്ധിക്കും പറഞ്ഞല്ലോ. ഡ്രോയിങ് വിഡ്രോ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ മക്കളെ, ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ക്യാപിറ്റൽ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്ഫർ ചെയ്യണം. നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും ട്രാൻസ്ഫർ എൻട്രി. ചില ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ എൻട്രി ചെയ്യുന്നതിന് എന്താ പറയുക? ട്രാൻസ്ഫർ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ട്രാൻസ്ഫർ എൻട്രി ആയാലും ക്ലോസിംഗ് എൻട്രി ആയാലും ഇവിടെ 0 ആക്കലാണ് പരിപാടി. ആ ലെഡ്ജർ അക്കൗണ്ട് 0 ആക്കൽ. എന്താ 0 ആക്കേണ്ടത്? ഡ്രോയിങ്സ് അക്കൗണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? 2 ഡ്രോയിങ്സ് ക്രെഡിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് എന്തിനാണോ റിലേറ്റഡ് അത് നിങ്ങൾ ഡെബിറ്റ് ചെയ്യുക. എന്തിനാ റിലേറ്റഡ്? ആ ക്യാപിറ്റൽ അക്കൗണ്ട് റിലേറ്റഡ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ്. എന്താ ജേർണൽ എൻട്രി? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഒന്നെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡ്രോയിങ്സ് ജേർണൽ എൻട്രി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഡ്രോയിങ്സിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്, അതേപോലെ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജേർണൽ എൻട്രി കിട്ടും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അത് ഫോളോ ചെയ്യുന്നത് ഒരു തെറ്റുമില്ല മക്കളെ, ഒരു തെറ്റുമില്ല. ജേർണൽ എൻട്രി എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. മക്കളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഡ്രോയിങ്സിന്റെ ജേർണൽ എൻട്രി ഒന്നെങ്കിൽ 2 ജേർണൽ എൻട്രി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ജേർണൽ എൻട്രി ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. മക്കളെ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലിന് ഓപ്പോസിറ്റ് ഐറ്റം അല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു ക്യാഷ് കൊണ്ടുവരുമ്പോൾ ജേർണൽ എൻട്രിന്റെ ഓപ്പോസിറ്റ് പാസ് ചെയ്താൽ മതി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. അതേപോലെ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് എൻട്രി? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അതായത് ഡ്രോയിങ്സ് കാരണം നമ്മുടെ ക്യാപിറ്റൽ ബാലൻസ് കുറയേ ചെയ്യാം. ക്യാപിറ്റൽ ബാലൻസ് കുറയണമെങ്കിൽ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് അല്ല മക്കളെ, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം ടു ക്യാഷ് ബ്രാക്കറ്റ് ഡ്രോയിങ്സ്. നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് കാണിക്കും. നെക്സ്റ്റ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റമാണ് മക്കളെ. പ്രോഫിറ്റിന് എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ്. പ്രോഫിറ്റും ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആർക്കുള്ളതാ? ഓണേഴ്സിനോ. ഓണേഴ്സിന് ട്രാൻസ്ഫർ ചെയ്തോ. പ്രോഫിറ്റ് ആണെങ്കിൽ ജേർണൽ എൻട്രി ക്രെഡിറ്റ് ബാലൻസിലൂടെ ഡെബിറ്റ് ചെയ്തോ. എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ പ്രോഫിറ്റ്. ഇനി ലോസ് ആണെങ്കിലോ ടു പി ആൻഡ് എൽ അക്കൗണ്ട്. മക്കളെ പ്രോഫിറ്റിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്ലോസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ എന്ത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസാ. നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ജേർണൽ എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ലോസ് ആണ്. ഇതാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ.
നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ബാലൻസ് ക്യാരി ഡൗൺ കിട്ടും. മക്കളെ ഇതൊന്നും നല്ല ഇമ്പോർട്ടൻസ്. ഈ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് തരും, അതിന്റെ കൂടെ ആഡ് ക്യാപിറ്റൽ, ആഡ് എഡീഷണൽ ക്യാപിറ്റൽ, നിങ്ങൾ ഇതാ ചെയ്യും, ആഡ് എഡീഷണൽ ക്യാപിറ്റൽ, ലെസ് ഡ്രോയിങ്സ്, add profit, okay, less loss, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എന്ത് കിട്ടും, ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇങ്ങനെ നിങ്ങൾ ചെയ്യല്. സാധാരണ നിങ്ങൾ എന്താ ചെയ്യല്, ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ എഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യും. എന്തുകൊണ്ടാ, ക്യാപിറ്റൽ കൂടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, കുറയുന്ന കാര്യങ്ങൾ മൈനസ് ചെയ്യും. ക്യാപിറ്റൽ കൂടുന്ന കാര്യങ്ങളാണ് എഡീഷണൽ ക്യാപിറ്റൽ, അതുകൊണ്ട് ആഡ് ചെയ്തു. ക്യാപിറ്റൽ കുറയുന്ന കാര്യങ്ങളാണ് ഡ്രോയിങ്സ്, അത് കുറഞ്ഞു. ഓക്കെ, പ്രോഫിറ്റ് ക്യാപിറ്റൽ കൂട്ടുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ആഡ് ചെയ്തു. ലോസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് മൈനസ് ചെയ്തു. നിങ്ങൾക്ക് എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്, ക്ലോസിംഗ് ക്യാപിറ്റൽ. സർ ഇതെന്താണ് ഒരു ഫോർമുല പോലെ? ഫോർമുല അല്ല മക്കളെ, നിങ്ങൾ നോക്കിയാട്ടെ. ഓപ്പണിംഗ് ക്യാപിറ്റൽ, എഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യും, പ്രോഫിറ്റും ആഡ് ചെയ്യും. ഇത് മൂന്നും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡ്രോയിങ്സ് മൈനസ് ചെയ്യും, ഇതും മൈനസ് ചെയ്യും. ഇതിനാണ് നമ്മൾ പറയുന്നത് ബാലൻസിങ് എന്ന് പറയും, അല്ലെ? അക്കൗണ്ടിങ്ങിൽ എന്താ പറയുക, ബാലൻസ്. നിങ്ങൾക്ക് എന്തേലും കിട്ടുന്ന ബാലൻസ് ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്ന എല്ലാ മക്കളെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കല്ലേ. നിങ്ങൾ ലെഡ്ജർ അക്കൗണ്ടിൽ എന്താണോ ചെയ്തത് അത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചെയ്യുക, അതായത് ഫോർമുല രൂപത്തിൽ ചെയ്യുക. ഫോർമുല ബൈഹാർട്ട് പഠിക്കാണ്ടേനി ഇല്ല, പഠിക്കാനില്ല. എന്താ ചെയ്യുന്നത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക, ക്യാപിറ്റൽ കുറയുന്ന കാര്യങ്ങൾ മൈനസ് ചെയ്യുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് എഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ് മൈനസ് ലോസ്, നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മക്കളെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തരും, ക്ലോസിംഗ് ക്യാപിറ്റൽ തരും. ഓക്കെ, നമുക്ക് തരാം എഡീഷണൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനല്ല, എഡീഷണൽ ക്യാപിറ്റൽ തരും. തന്നിട്ടില്ലെങ്കിൽ സീറോ ആയിട്ട് അസ്യൂം ചെയ്തോ, തന്നിട്ടില്ലെങ്കിൽ സീറോ ആയിട്ട്. തരാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല, ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് അത് സീറോ ആയിട്ട് അസ്യൂം ചെയ്യും. ടു ക്യാഷ് ഡ്രോയിങ്സ്, അതും തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നു സീറോ, തന്നിട്ടുണ്ടെങ്കിൽ എടുത്തോ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സർ, ഒരു ഓർഗനൈസേഷനിൽ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. പുതിയ സ്ഥാപനം അല്ലെങ്കിൽ എന്തായാലും എന്തുണ്ടാവും, ഓപ്പണിംഗ് ക്യാപിറ്റൽ, അത് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റൽ അതും തന്നിട്ടുണ്ട്. എഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ സീറോ അസ്യൂം ചെയ്തോ. ഡ്രോയിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ സീറോ ആയിട്ട് അസ്യൂം ചെയ്തോ. ഓക്കെ, ഇനി മനസ്സിലായിക്കോ, പ്രോഫിറ്റ് അതായത് ഒരു ക്യാപിറ്റലിന് റിലേറ്റഡ് ആയിട്ടുള്ള 3 ഐറ്റംസ് മാൻഡേറ്ററി ആണ്. പ്രോഫിറ്റ്, ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ മാൻഡേറ്ററി ആണ്. ബാക്കി എഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സും തരുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ജനറലി ഒന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ക്ലോസിംഗ് ക്യാപിറ്റലാണ്, ഒന്നെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ ടാർഗറ്റ് നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. ചില കേസിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമ്മുടെ ടാർഗറ്റ്. ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതാണ് ടാർഗറ്റ്. സർ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുകിൽ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ബാലൻസ് ഫിഗർ എന്താണോ കിട്ടുന്നത് അതാണ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ്, ഡെബിറ്റ് സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോസ്. അല്ലെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ എഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് മൈനസ് ചെയ്യുക, പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. അത് ഞാനൊരു ഇക്വേഷനിലേക്ക് മാറ്റിയത് ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് എഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ലോസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്ലസ് പ്രോഫിറ്റ് ഓർ ലോസ്. വേണ്ട, അങ്ങനെ വേണ്ട, ശ്രദ്ധിക്കുക. മൈനസ് ലോസ് പിന്നെ ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ, ഇങ്ങനെ നമുക്കൊരു ഫോർമുല പറയാം. ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ എഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുക, പ്രോഫിറ്റ് ആഡ് ചെയ്യുക, മൈനസ് ലോസ് ആഡ് ചെയ്യുക, ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ.
ഇനി മക്കളെ തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇപ്പൊ എഡീഷണൽ ക്യാപിറ്റൽ 0 ആയി. നമ്മൾ നേരത്തെ എക്സാമ്പിൾ എഡീഷണൽ ക്യാപിറ്റൽ 0, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്തായാലും ഉണ്ടാവും, വെയിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് മാത്രം എടുക്കാതെ നെഗറ്റീവ് കിട്ടിയാൽ ലോസ് ആയിട്ട് നിങ്ങൾ എസ്യൂം ചെയ്തോ. നിങ്ങൾക്ക് ഓപ്പൺ ക്യാപിറ്റൽ 100 രൂപ തന്നിട്ടുണ്ട്, എഡീഷണൽ ക്യാപിറ്റൽ 0 ആണ്. സോറി മക്കളെ, മൈനസ് ലോസ് മൈനസ് ഡ്രോയിങ്സ് ചെയ്യാൻ പറയും, മറന്നുപോയി, ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇതാണ് മക്കളെ ഫോർമുല. എങ്ങനെ കിട്ടിയത്? ലെഡ്ജർ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്, എങ്ങനെ വേണമെങ്കിലും കിട്ടും. ഓക്കെ, ശ്രദ്ധിക്ക്. താഴത്തെ ഇക്വേഷൻ പോകുമ്പോൾ ഞാൻ പ്രോഫിറ്റ് ഓർ ലോസ് ആണ്, ലോസ് എടുക്കുന്നില്ല. ശ്രദ്ധിക്കുക എല്ലാവരും. 100 റുപ്പീസ് ആണ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നത്, എഡീഷണൽ ക്യാപിറ്റൽ 0 എന്ന് വിചാരിക്കും. പ്രോഫിറ്റ് നമുക്കറിയില്ല. ക്ലോസിംഗ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് മൈനസ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് എടുത്തു, ഡ്രോയിങ്സും തന്നിട്ടില്ല എന്ന് വിചാരിക്കും. ഓട്ടോമാറ്റിക് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാ? 150 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ തന്നത്? 150. ഓക്കെ, ഇങ്ങനെ തന്നെ നമ്മൾ എന്താ പറയുന്നത്? പ്രോഫിറ്റ് 0 ഉള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. കാരണം 0ന് വാല്യൂ ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 150. ഈ 100 ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്താവും? ആ സൈൻ ചേഞ്ച് ചെയ്യും. ഇതെല്ലാം മാത്തമാറ്റിക്സ് ആണ്, നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു. മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 രൂപ. എത്രയാ? 50 റുപ്പീസ്. അതായത് സർ ഇത് ഫോർമുല വെച്ചിട്ട് ചെയ്തത്. നമ്മൾ ഫോർമുല വെക്കാൻ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതായത് 100 150ലേക്ക് എത്താൻ കാരണം എന്താ? 50 രൂപ പ്രോഫിറ്റ് ആണ്. ഇഫ് there is no adjustment, if adjustment is there, നമ്മൾ എന്ത് ചെയ്യണം? ആ അഡ്ജസ്റ്റ്മെന്റ്സ് എന്താണോ ഉള്ളത് അതിന് നമ്മൾ വാല്യൂ കാണിക്കുക. വാല്യൂ കാണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് കണ്ടുപിടിക്കും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ശ്രദ്ധിക്ക്, നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇക്വേഷൻ പോലെ ആക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇക്വേഷൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റലിനെ കൂടെ എഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തു, എന്ത് പ്രോഫിറ്റ് ആഡ് ചെയ്തു, ഡ്രോയിങ്സ് മൈനസ് ചെയ്തു, എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ? ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യാം, ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഞാൻ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എനിക്ക് പറയാൻ പോകും. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ശ്രദ്ധിക്കാം. എല്ലാത്തിന്റെയും ആൻസർ ഫൈനൽ സെയിം ആണ്. ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് മക്കളെ, ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? എഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ടാവും? കൂടിക്കണം. നമ്മൾ അതെന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതേപോലെ ഓപ്പണിംഗ് ക്യാപിറ്റലും ആഡാ ചെയ്തത്, അതുകൊണ്ട് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. അതും നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഈ 3 അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ശ്രദ്ധിക്കുക മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ എന്താണോ, അതായത് ഇവിടുന്ന് നിങ്ങൾക്ക് ഇപ്പൊ റിവേഴ്സ് വർക്കിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. നമ്മൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഈ പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, അതായത് ശ്രദ്ധിക്കുക എല്ലാവരും. ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്തു, എഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തു, മൈനസ് ഡ്രോയിങ്സ്, എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, എഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടില്ല. നമ്മൾ പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നിങ്ങളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യും. എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? ഓപ്പണിംഗ് ക്യാപിറ്റൽ നിങ്ങൾ ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കാം, മൈനസ് ചെയ്യും. ഓക്കെ, അതേപോലെ എഡീഷണൽ ക്യാപിറ്റൽ നിങ്ങൾ ട്രീറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടിയിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം, അതുകൊണ്ട് മൈനസ് ചെയ്യാം. നിങ്ങൾ ഡ്രോയിങ്സ് ട്രീറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ കുറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അതുകൊണ്ട് ആഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. എന്ന് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞതിൽ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്യുന്നത് ഇവിടെ ലോസ് നമ്മൾ ചെയ്യുന്നത് ലോസ് അല്ല, ലോസും പ്രോഫിറ്റ് അവിടെ വിട്ട ഡ്രോയിങ്സ് മൈനസ് ചെയ്യുന്ന അതുകൊണ്ട് അറിയുക, ഇത് മൈനസ് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുക. ഇതൊക്കെ ബൈ സെൻസ് പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഏത് അപ്രോച്ച് യൂസ് ചെയ്താലും പ്രശ്നമില്ല മക്കളെ, ഏത് അപ്രോച്ച് യൂസ് ചെയ്താലും പ്രശ്നമില്ല. നമുക്ക് കിട്ടുന്ന ആൻസർ പ്രോഫിറ്റ്, നമുക്ക് കിട്ടുന്ന ആൻസർ പ്രോഫിറ്റ് ആണ്. ബെറ്റർ ടു യൂസ്
ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓക്കെ, നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ പ്രോഫിറ്റിലേക്ക് പോകുന്നു. മക്കളെ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുന്നത്? നമ്മൾ അത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അത് ഒഴിവാക്കിയാണ്, ഓരോ കാര്യങ്ങൾ ഒഴിവാക്കി. ക്ലോസിംഗ് ക്യാപിറ്റലിലുള്ള ഓരോ കാര്യങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റും. ലെസ് പ്രോഫിറ്റ്, ലാഭം നമ്മൾ ഒഴിവാക്കണം. എന്തുകൊണ്ടാണ് ലാഭം സോറി ലാഭമാണ് കണ്ടുപിടിക്കേണ്ടത്. ലെസ് എഡീഷണൽ ക്യാപിറ്റൽ. എന്തുകൊണ്ടാ എഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അത്രത്തോളം കൂടിയിട്ടുണ്ട്. നമ്മൾ അവിടത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആഡ് ഡ്രോയിങ്സ്. ആഡ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ അത്രത്തോളം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാലൻസ് ആണ് നിങ്ങൾക്ക് എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ്. ലോസ് ആണെങ്കിൽ നെഗറ്റീവ്, പ്രോഫിറ്റ് ആണെങ്കിൽ പോസിറ്റീവ്. മക്കളെ ഇതുകൊണ്ട് നമ്മുടെ ആ ഫസ്റ്റ് സെഗ്മെന്റ് തീർന്നു. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ടേക്ക് ഫിഗേഴ്സ് ഗിവൺ ഇൻ ഇല്ലസ്ട്രേഷൻ 1, ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓഫ് മിസ്റ്റർ എക്സ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അയാളെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തു. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്ലോസിംഗ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി. അല്ലെങ്കിൽ 2 കൊല്ലത്തെ അതാത് കൊല്ലത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ഒരു കൊല്ലത്തെ ക്ലോസിംഗ് ക്യാപിറ്റലേക്കും അടുത്ത കൊല്ലത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കളെ നമുക്ക് എക്സ്ട്രാ ഡീറ്റെയിൽസ് കുറച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്തു. ഓക്കെ, ഡിപ്രീസിയേഷൻ വല്ല ഡീലില്ല. ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്തു? അസറ്റിൽ നിന്ന് കുറയേണ്ടതുകൊണ്ട് നമ്മൾ അത് ട്രീറ്റ് ചെയ്തു. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ട്രീറ്റ് ചെയ്യേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അത് എന്തുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യാത്തത്. കാരണം ഇത് ഓൾറെഡി ട്രീറ്റ് ചെയ്ത ബാലൻസ് ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇത് ഓൾറെഡി ട്രീറ്റ് ചെയ്ത ബാലൻസ് ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. എന്താണ് ആ ഐറ്റംസ്? വൺ ലൈഫ് ഇൻഷുറൻസ് പോളിസി of the proprietor was matured during the period and the amount 40,000 is retained in the business. മക്കളെ 40,000 രൂപ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറിനാണ്. കാരണം ബിസിനസ്സിന് ലൈഫ് ഇല്ല. ഓക്കെ, ഓണറിന് ലൈഫ് ഇൻഷുറൻസ് മെച്ചുവർ ആയി. ആ 40,000 ശരിക്കും അയാൾക്ക് കിട്ടേണ്ട പൈസയാണ്. ആ പൈസ കിട്ടേണ്ട പകരം കിട്ടിയത് അയാൾക്ക് തന്നെ. അയാൾ എന്ത് ചെയ്തു? അത് ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് റീറ്റെയിൻ ചെയ്തു. റീറ്റെയിൻ ചെയ്തു എടുത്തു വെച്ചു, മാറ്റി വെച്ചു, ഹോൾഡ് ചെയ്തു. റീറ്റെയിൻ ചെയ്തു ഹോൾഡ് ചെയ്തു. റീറ്റെയിൻ ഇൻ ദ ബിസിനസ്. അതായത് ഇൻഡയറക്ട്ലി നമ്മളോട് പറയുന്നത്, അതായത് ഓണറിന് കിട്ടിയ പൈസ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിട്ട് റീറ്റെയിൻ ചെയ്തു, ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഡീഷണൽ ക്യാപിറ്റലാണ്. എന്താണ് എഡീഷണൽ ക്യാപിറ്റൽ? സർ എങ്ങനെ എഡീഷണൽ ക്യാപിറ്റൽ? 40,000 അയാൾക്ക് കിട്ടി, അയാൾ അത് കൊണ്ടുവന്നിട്ട് ഓർഗനൈസേഷനിൽ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡീഷണൽ ക്യാപിറ്റൽ. രണ്ടാമത് പറയുന്നത് പ്രൊപ്പറേറ്റർ ടു 2,000 പെർ മന്ത് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസസ്. നമ്മളോട് പറയൂല അത് ഡ്രോയിങ്സ് ആണെന്ന് പറയൂല, നമ്മൾ മനസ്സിലാക്കണം അത് ഡ്രോയിങ്സ് ആണ്. സർ ഇതെന്തിനാ തന്നത്? അതായത് മക്കളെ ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തു, പ്രോഫിറ്റും അഡ്ജസ്റ്റ് ചെയ്തു, എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുക. ബട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, എഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എന്താണ് തരാത്തത്? പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾ അത് കണ്ടുപിടിച്ചു. ചെയ്തോ? പെട്ടെന്ന് ചെയ്തോ. ശ്രദ്ധിക്കേ, അതായത് ക്യാപിറ്റൽ ആസ് ഓൺ 31/12/2016 അതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഡേറ്റ് ആണ് എഴുതേണ്ടത്, അല്ലാണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്നല്ല. ഓക്കെ, ക്യാപിറ്റൽ ആസ് ഓൺ 31/12/2016 എത്ര എമൗണ്ട്? 4,40,700. ഓക്കെ, അതിൽ നിന്ന് എഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ചെയ്യാം. എന്തുകൊണ്ട്? നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ ഇത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം 40,000 രൂപ. നെക്സ്റ്റ് ഡ്രോയിങ്സ്. മക്കളെ ഡ്രോയിങ്സ് 2,000 അല്ല, 2,000 പെർ മന്ത് ആണ് നമ്മൾ ഇയറിലേക്ക് മാറ്റണം. എത്രയാണ്? 12 മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് എത്ര കിട്ടും? 24,000. ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടാവും ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ. അതുകൊണ്ട് അത് കുറച്ചുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ 31/12/2015 അതിന് നമ്മൾ പറയും ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര എമൗണ്ട്? 2,41,200. നമുക്ക് അതിന് ആൻസർ കിട്ടും
പോസിറ്റീവ് ഫിഗർ തന്നെയാണ് എന്ത് പ്രോഫിറ്റ്, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ലോസ്. മക്കളെ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, അതായത് ബാലൻസ് ഷീറ്റ് പോലത്തെ ഒരു എന്ത് ചെയ്യും സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഈ രണ്ട് ക്വസ്റ്റ്യൻ മേജ് ചെയ്തിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എക്സാമിന് ചോദിക്കുമ്പോൾ 8 മാർക്കിന് ചോദിക്കും, ഈസി ആയിട്ട് സ്കോർ ചെയ്യും. ഓക്കെ ആണ് മക്കൾ, ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് ദി ഇൻകം ടാക്സ് ഓഫീസർ. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിന്റഡ് മെറ്റീരിയലും വേണമെങ്കിൽ നോക്കാം, നിങ്ങളുടെ കയ്യിൽ ഞാൻ ഓൾറെഡി തന്നത്. ഓക്കെ, ദ ഇൻകം ടാക്സ് ഓഫീസർ ഓൺ അസസിംഗ് ദ ഇൻകം ഓഫ് ശ്രീ മോട്ടി. ഓക്കെ, എന്തെങ്കിലും പേരായിക്കോട്ടെ. ഫോർ ദ ഫിനാൻഷ്യൽ ഇയേഴ്സ് 2015, 16 and 16, 17 feels that Sri Modi has not disclosed the full income. അതായത് ഒരാളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്കൗണ്ടിങ് എന്ത് ചെയ്ത് ഇൻകം ടാക്സ് ഓഫീസർ ചെക്ക് ചെയ്തു 2 കൊല്ലം, എന്നിട്ട് പറയുന്നത് അയാൾ എന്ത് ചെയ്തിട്ടില്ല, പ്രോപ്പർ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ഫുൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ വെയിറ്റ്. He gives you the following particulars of assets and liabilities of Sri Modi. He എന്ന് പറയുന്നത് ആരാണ്? ഇൻകം ടാക്സ് ഓഫീസർ ആണെങ്കിൽ ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ആസ് ഓൺ 1st April 2015 and 1st April 2017. അവിടെ മനസ്സിലാക്കേണ്ടത് 1st April 2015 ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, 1st April 2017 ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അസറ്റ്സ് ലാബിലിറ്റീസ്. ഓക്കെ, അസറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വൈഫിന്റെ ജ്വല്ലറി വരെ ഉണ്ട്. വൈഫിന്റെ ജ്വല്ലറി അസറ്റ് ആണോ? ആ, വൈഫിന്റെ ജ്വല്ലറി ഓണറിന് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുമ്പോൾ ജേർണൽ എൻട്രി ഇതാ, വൈഫ്സ് ജ്വല്ലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ ആയിട്ട് എന്തും കൊണ്ടുവരാം, ക്യാഷ് കൊണ്ടുവരാം, എനി വാല്യൂ ഉള്ള എന്ത് ഐറ്റംസ് എന്ത് കൊണ്ടുവരാം, ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അതൊരു പ്രശ്നമാണ്. ലയബിലിറ്റീസ് തന്നിട്ടുണ്ട് മക്കളെ, ക്യാപിറ്റൽ തന്നിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 2 കൊല്ലത്തല്ല തന്നത്. 1st April 2015 കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1st April 2016 ഡീറ്റെയിൽസ് ആണ് തരുന്നത്. പക്ഷെ അതുമല്ല അവർ തന്നത് 1st April 2017. അതായത് 2 കൊല്ലം ഗ്യാപ്പ് വെച്ചിട്ടാണ് തന്നത്. എങ്ങനെയാലും നമുക്ക് തന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. 1st April 2015 ക്യാപിറ്റൽ ബാലൻസും കണ്ടുപിടിക്കും, 1st April 2017 ക്യാപിറ്റൽ ബാലൻസും കണ്ടുപിടിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഡ്യൂറിംഗ് ദി 2 years the domestic expenditure was 4,000 per month. മക്കളെ, ഡൊമസ്റ്റിക് പർപ്പസ്, പേഴ്സണൽ പർപ്പസ്, ഹൗസ് ഹോൾഡ് പർപ്പസ്, ഇതൊക്കെ പ്രൈവറ്റ് പർപ്പസ്, ഇതൊക്കെ ഡ്രോയിങ്സ് ആണ്. 4,000 per month. 4,000 per month എന്ന് പറയുമ്പം പേഴ്സണൽ പിന്നെ ഡൊമസ്റ്റിക്, പ്രൈവറ്റ്, ഹൗസ് ഹോൾഡ്, ഇതെല്ലാം ഡ്രോയിങ്സ് ആണ്. 4,000 per month എന്ന് പറയുമ്പം 2 കൊല്ലത്തേക്കാകുമ്പം 4,000 × 24 എടുക്കണം. കാരണം നമ്മൾ 2 കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, 1 കൊല്ലത്തെ അല്ല, 2 കൊല്ലത്തെ. സർ എന്താണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം മക്കളെ, ശ്രദ്ധിക്കും. ദ ഡിക്ലെയർഡ് ഇൻകം ഓഫ് ദ ഫിനാൻഷ്യൽ ഇയേഴ്സ് 1,05,000 for 2015, 1,23,000 for 2016-17 respectively. State whether the income tax officer's contention is correct. Explain by giving your workings. Question നമ്മളെ ഒരു ശരിയാണോ തെറ്റാണോ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ഇൻഡയറക്ട്ലി നമ്മളോട് എന്താ പറയുന്നത് വെച്ചാല് അയാളെ പ്രോഫിറ്റ് 2015-16 1,05,000, രണ്ടാമത്തെ കൊല്ലത്തിൽ 1,23,000. നമ്മൾ കണ്ടുപിടിക്കണം അയാളെ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് അയാളെ 1 കൊല്ലത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂല. ഓൾ ഇൻ ഓൾ 2 കൊല്ലത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, 2 കൊല്ലത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതും ഈ എമൗണ്ട് വെച്ചിട്ടും കമ്പയർ ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത് മക്കളെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആ, കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതും പറ്റും. ഓക്കെ, സാധാരണ നമ്മൾ നേരത്തെ ചെയ്തത് 1 കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇവിടെ 2 കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ്, അത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ എന്താ ചെയ്ത് 1 കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ്, 2 കൊല്ലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്തത്. വേറൊരു മാറ്റവും പറയുന്ന മനസ്സിലാകുന്നില്ല. പെട്ടെന്നൊന്ന് ചെയ്താട്ടെ.
അതായത് മക്കളെ ക്വസ്റ്റ്യനില് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്, ഇൻവെന്ററി തന്നിട്ടുണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വൈഫ് ജ്വല്ലറി. ഓക്കെ, അതുവരെ അസറ്റാണ് നമ്മളോട് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓയിങ് ടു മോട്ടീസ് ബ്രദർ, ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനാണ് ഈ ബിസിനസ് ഓർഗനൈസേഷൻ ഓണർ, ഞാൻ എന്റെ ബ്രദറിന് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് ഓയിങ് ടു ബ്രദർ. ഞാൻ കൊടുക്കാനുണ്ട്, അത് ലാബിലിറ്റി. എത്രയാണ്? 40,000. സൺട്രി ക്രെഡിറ്റേഴ്സ് സാധാ ലാബിലിറ്റി തന്നെ. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 3,30,000 കിട്ടും. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ, അതായത് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം, 1 കൊല്ലം കഴിഞ്ഞിട്ടല്ല, 2 കൊല്ലം കഴിഞ്ഞിട്ട്. ഈ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് അതാണ്. 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻവെന്ററി, ഡെപ്റ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മോട്ടോർ കാർ, വൈഫ് ജ്വല്ലറി, ലോൺ ടു ബ്രദർ. 2 കൊല്ലം മുമ്പ് എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ബ്രദറിൽ നിന്ന് കടം വാങ്ങിച്ചു. ഇപ്പൊ ഞാൻ ബ്രദറിന് കടം കൊടുത്തു. എന്റെ എന്റെ അസറ്റ് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5,65,000 കിട്ടും. ഇത് ക്ലോസിംഗ് ക്യാപിറ്റൽ, ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസിംഗ് ക്യാപിറ്റൽ 5,65,000. എഡീഷണൽ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാ? ഇല്ല. തരാത്ത കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. തരാത്ത കാര്യങ്ങൾ 0 ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കണം. ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. ചോദിച്ച പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞുതരും, പേടിക്കുക. ആഡ് ഡ്രോയിങ്സ്. മക്കളെ, ഡ്രോയിങ്സിൽ എല്ലാവരും തെറ്റുപറ്റി പോകും. 4,000 ഇൻറ്റു 12 അല്ല, 24. സർ, ഒരു കൊല്ലം 12 മാസമല്ലേ ഉള്ളൂ. 1 കൊല്ലമല്ല നമ്മൾ ചെയ്യുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുമ്പ്, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇന്ന് 2 കൊല്ലം മുമ്പ്. 2 കൊല്ലം അയാൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. 2 കൊല്ലം അയാൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 24 മൾട്ടിപ്ലൈ ചെയ്യണം. 4,000 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ 96,000. എത്ര വരും? 96,000. ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. എത്ര ഓപ്പണിംഗ് ക്യാപിറ്റൽ? 3,13,000. എഡീഷണൽ ക്യാപിറ്റൽ പറയാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്തു. 5,65,000 പ്ലസ് 96,000 മൈനസ് 3,13,000. That is equal to 3,48,000. That is equal to 3,48,000. ഓക്കെ, നിങ്ങൾ മനസ്സിലായിക്കോ. ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കൊല്ലത്തെ പ്രോഫിറ്റ് ഇടുമെന്ന് വിചാരിക്കണ്ട. ഇതാണ് ആക്ച്വൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് ഫോർ 2 years. ആക്ച്വൽ പ്രോഫിറ്റ് ഫോർ 2 years. 1 കൊല്ലത്തേക്കല്ല, 2 കൊല്ലത്തേക്ക്. എത്ര ഏൺ ചെയ്തത്? 1 കൊല്ലം എത്ര ഏൺ ചെയ്ത്, രണ്ടാമത്തെ കൊല്ലം എത്ര ഏൺ ചെയ്ത്, അത് നമുക്കറിയില്ല. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയണം. ഓക്കെ, പക്ഷേ ഡിക്ലെയർഡ് പ്രോഫിറ്റ് എത്രയാ? ഡിക്ലെയർഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1,05,000, 1,05,000, 1,23,000. അത് രണ്ടും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടും 2,28,000. 2,28,000. അതായത് ഡിക്ലെയർഡ് പ്രോഫിറ്റ്. ഇൻകം ടാക്സിനോട് പറഞ്ഞത് 2,28,000 പ്രോഫിറ്റ്. ശരിക്കും അയാളുടെ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 3,48,000. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ റിക്വയർമെന്റ് എന്ന് വെച്ചാല്, സ്റ്റേറ്റ് വെദർ ദി ഇൻകം ടാക്സ് ഓഫീസേഴ്സ് കണ്ടൻഷൻ ഈസ് കറക്റ്റ്. അതായത് ഇൻകം ടാക്സ് ഓഫീസിന്റെ ആള് പറയുന്നത് ശരിയാണോ? ശരിയാണ്. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുക്കിയിട്ടുണ്ട്. അതിനാ പറയാ സപ്രസ്ഡ് ഇൻകം. എന്താ പറയാ? സപ്രസ്ഡ് ഇൻകം. സപ്രസ് ചെയ്യാന്ന് അടിച്ചമർത്താന്ന്. നമ്മള് ലാഭം പൂഴ്ത്തി വെക്കല്. പൂഴ്ത്തി വെക്കല്, അതായത് കുറച്ച് വെക്കല്. ഓക്കെ, എത്രയാ സപ്രസ്ഡ് ഇൻകം? അതായത് ആക്ച്വൽ പ്രോഫിറ്റ് ഡിക്ലെയർഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 1,20,000. അതാണ് സപ്രസ്ഡ് ഇൻകം. എത്രയാ സപ്രസ്ഡ് ഇൻകം? 1,20,000. മക്കളെ, സിമ്പിൾ അല്ലേ? ഡൗട്ട് ഉണ്ടാ? പറ.